നമസ്കാരമുണ്ട്. എം വി ഗോവിന്ദൻ പുലിവാല് പിടിച്ച അവസ്ഥയിലായിപ്പോട്ടോ. ഈ പാർട്ടിയുടെ ഭരണം അങ്ങോട്ട് പോയതോടി ഈ ഭരണം പോകാനുള്ള കാരണക്കാരൻ എം വി ഗോവിന്ദൻ തന്നെയാണെന്ന് സൂക്ഷം ജില്ലാ കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി മുതൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന സമിതിയിൽ വരെ ഇത് തന്നെയായിരുന്നു ചർച്ച. ഈ തോക്കാൻ കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദൻ്റെയും ധാർഷ്ട്യം കലർന്ന രീതിയും അഹങ്കാരത്തോടുള്ള പെരുമാറ്റം. ഞങ്ങളെ കഴിഞ്ഞിട്ട് വേറെ ആളില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും വലിയ കാറൽ മാർക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തത്വചിന്ത വച്ചു പുലർത്തുന്ന ആളുകളും താത്വികമായി സംസാരിക്കുന്ന ആളുകളും എല്ലാം ഞങ്ങൾ തന്നെയാണ് എന്നൊരു ധാരണ ഇവർക്കുണ്ടായി. ജനങ്ങളോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നിരക്കാത്ത രീതിയിൽ ഉള്ള സംസാരം, പെരുമാറ്റം, ജീവിതശൈലി, നെയ്മീൻ കൂട്ടിയുള്ള ഊണ് കഴിക്കൽ, അങ്ങനെ എന്തിനു പറയണു? തൊഴിലാളി വർഗ പാർട്ടി, അടിസ്ഥാന വർഗ പാർട്ടി, അടിയാള വർഗത്തിൻ്റെ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ ബൂർഷാസികളുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന രീതിയിലുള്ളേക്ക് പെരുമാറ്റ രീതികളും ജീവിതശൈലിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? 2026 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളൊന്ന് തീരുമാനിച്ചു, ഇനി ഇവർ കുറേ കാലം വീട്ടിലിരുന്നോട്ടെ എന്ന്. അത് തന്നെ സംഭവിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആ പദവിയിൽ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി തടി തെപ്പണമല്ലോ, ഞാനിവിടെ ഉണ്ട്, എൻ്റെ സ്ഥാനം ഇവിടെ ഉണ്ട്, നിങ്ങൾ ആരും എന്നെ മറക്കരുത് എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പടക്കം കൊണ്ട് പൊട്ടിക്കും. ഈ പടക്കം പൊട്ടിക്കാനായിട്ട് തിരികെ കത്തിച്ചെറിയണേ ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ ഷീന്ന് പറഞ്ഞ് ചീറ്റി ഏറ് പടക്കം പോലെ ഷീ എന്താ പറയുക, നമ്മൾ പണ്ട് പറയില്ലേ, സൂചിയില്ലാത്ത പടക്കം പോലെ, നനഞ്ഞ പടക്കം പോലെ പൊട്ടില്ല. അത് അവിടെ കിടന്ന് ഷീ എന്ന് പറഞ്ഞ് പൊട്ടി പിന്നെ അതങ്ങനെ തീർന്നു പോകും. അതുപോലത്തെ ഒരവസ്ഥയിലായിരിക്കണം എം വി ഗോവിന്ദൻ. കെട്ടാക്ക എന്താ പറയുക നോക്കിയിട്ട് ഒരു എടുക്കാച്ചരക്കായി മാറിയിരിക്കണു. എന്ത് പറഞ്ഞാലും വിവാദമാകും. കഴിഞ്ഞ ദിവസം ജി സുധാകരനെതിരെ പറഞ്ഞു, ജി സുധാകരൻ വായ നിറച്ച് കൊടുത്തു, പിന്നീട് മിണ്ടിയിട്ടില്ല. ഇപ്പോൾ തുറമുഖം, അതായത് വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശനെതിരെ വലിയൊരു ആരോപണം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. എങ്ങനെയാണ്? ഈ തുറമുഖം MSC എന്ന് പറഞ്ഞ ഒരു വിദേശ കമ്പനിക്ക് തീരെഴുതി കൊടുക്കുന്നു. 49% ഓഹരി സർക്കാർ അറിയാതെ, വി ഡി സതീശൻ സർക്കാർ അറിയാതെ, അല്ലെങ്കിൽ വി ഡി സതീശൻ സർക്കാരും അദാനിയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം ആ MSC കമ്പനിക്ക് ഇതിന് കരാർ കൊടുത്തു. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് നേട്ടമായിരുന്ന വിഴിഞ്ഞം തുറമുഖം വിറ്റു തുലച്ചു എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദൻ വലിയ പ്രസ്താവനകൾ നടത്തി. ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ട് വന്നതാരാ? വി ഡി സതീശൻ നിയമസഭയിൽ ഈ എം വി ഗോവിന്ദനും പിണറായി വിജയനൊക്കെ ഉന്നയിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു കൊല്ലം മുമ്പ് ഈ കാര്യം, അതായത് MSC കമ്പനിക്ക് കരാർ കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നടന്നു. പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ അദാനി കമ്പനിയുമായിട്ട് സംസാരിക്കുന്ന കൃത്യമായ രേഖകളൊക്കെ വി ഡി സതീശൻ പുറത്തുവിട്ടു. മാത്രമല്ല, ദേശാഭിമാനിയിൽ ഇതേക്കുറിച്ച് വാർത്ത വന്നു. 13,000 കോടി രൂപയുടെ ഈ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തുറമുഖം വികസിപ്പിച്ചെടുത്തതും വിഴിഞ്ഞം കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാക്കിയതും ലോകത്തിൻ്റെ ഹബ്ബായി മാറ്റിയതുമെല്ലാം പിണറായി വിജയനാ എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിൽ ഒരു കുറിപ്പം കിട്ടേ. ഇതുകൂടി ഉയർത്തി കാണിച്ചിട്ട് വി ഡി സതീശൻ പറഞ്ഞത്, ഇത് വി ഡി സതീശൻ പറഞ്ഞല്ലോ, ദേശാഭിമാനി തന്നെ പറഞ്ഞതിനെല്ലാം കാരണക്കാരൻ പിണറായി വിജയനെന്ന് പറയുമ്പോൾ പിന്നെ വി ഡി സതീശൻ എങ്ങനെയാണ് 49% MSC കമ്പനിക്ക് വിൽക്കണേ എന്നാണ് ചോദിച്ചത്. അതിൽ പെട്ടു. അതിൽ എം വി ഗോവിന്ദൻ പെട്ടു. അപ്പോൾ എം വി ഗോവിന്ദൻ പിന്നെയും അത് തിരുത്തി പറഞ്ഞു. ദേശാഭിമാനിയിൽ ഒന്നുമല്ല ഇത് ആദ്യം വന്നിരിക്കുന്നത്, ഇത് എക്കണോമിക് ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രത്തിൽ ആദ്യം വന്നത് 2 തവണ വന്നു. ആദ്യം ജൂൺ 1 വന്നു, പിന്നെ ജൂൺ 5 വന്നു. അതിനുശേഷമാണ് ദേശാഭിമാനി എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി. എല്ലാവരും പറഞ്ഞു എം വി ഗോവിന്ദൻ എന്താണ് ബൗദ്ധികമായിട്ട് പുറത്ത് നിൽക്കുന്ന ആളെന്ന്. അദ്ദേഹം പത്രമൊന്നും വായിക്കാറില്ല. പാർട്ടിക്കാരെങ്കിലും എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ പാർട്ടിയുടെ സൈബർ കമ്മികളൊക്കെ എഴുതി കൊടുക്കണം, കുറിപ്പ് നോക്കി വായിക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യനുമല്ല, മനസ്സിലാകാത്ത രീതിയിൽ താത്വിക ക്ലാസ്സുകളിൽ എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം, പ്രസംഗിക്കണം എന്നൊക്കെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള പാർട്ടി ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പ്രസംഗിക്കുകയുള്ളൂ, പറയുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലായി അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം അദ്ദേഹം ദ എക്കണോമിക്സ് ടൈംസ് എന്ന ദിനപത്രത്തിൽ ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ഉണ്ടായ MSC കമ്പനിയുമായിട്ടുണ്ടായ ഒരു കരാറിനെ കുറിച്ച് ആ എക്കണോമിക്സ് ടൈംസിൽ ആദ്യം വന്നത് എന്നൊക്കെ പറഞ്ഞ് ആൾ ഉദാഹരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പറയുന്നത്, ജനം ചൂണ്ടിക്കാണിക്കുന്നത്. ആ എക്കണോമിക്സ് ടൈംസിൽ വന്ന ആ ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം വി ഗോവിന്ദനോട് പറഞ്ഞു ദേശാഭിമാനിയിലല്ല ഇത് ആദ്യം വന്നത്. അപ്പോൾ ദേശാഭിമാനിയെ കുറ്റം പറഞ്ഞവരോട് ഇതൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു. പക്ഷേ മറ്റേതെങ്കിലും മുഖ്യധാര പത്രങ്ങളിൽ വരുന്നതിന് മുമ്പ് ഈ വിവരം എങ്ങനെ ദേശാഭിമാനിക്ക് കിട്ടിയേ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ദേശാഭിമാനിക്ക് ഈ 49% കരാർ കൊടുക്കുന്ന കാര്യം എങ്ങനെയാണ് 1 വർഷം മുമ്പ് ഈ കരാർ നടന്നതിനെ കുറിച്ചൊക്കെ ദേശാഭിമാനിക്ക് അറിവ് കിട്ടിയതെന്ന് വി ഡി സതീശൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എം വി ഗോവിന്ദൻ ആകെ പുലിവാലിലായി. എന്ത് മറുപടി പറയും? പാർട്ടി പത്രമാണ് ദേശാഭിമാനി, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് 4 വോട്ട് കിട്ടാൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന കുറേ ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പേനയും തന്ന കുറേ ആളുകളുണ്ട്. പോരാത്തതിന് കൈരളി ചാനലുണ്ട് എന്ന് പറയുന്നത്. ഈ പത്രത്തെയും അല്ലെങ്കിൽ ചാനലിലും ഒന്നും നമ്മൾ കുറ്റം പറയില്ല കേട്ടോ. അവരൊക്കെ അവരവരുടെ ധർമ്മമാണ് അനുഷ്ഠിക്കുന്നത്. എങ്കിലും ഒരു ചായവൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ദേശാഭിമാനിയെ എം വി ഗോവിന്ദൻ നഖശികാന്തം അങ്ങോട്ട് എതിർത്തു. ഈ പരിപാടി പറ്റില്ല കേട്ടോ, നിങ്ങൾ എന്താ ചെയ്ത്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ എഴുതിയെന്ന് ചോദിച്ചിട്ട് പാർട്ടി പത്രത്തെ അങ്ങോട്ട് അവഹേളിച്ചു. പക്ഷേ പാർട്ടി പത്രത്തെ അവഹേളിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. കാര്യങ്ങളൊക്കെ നേരെ വാ എന്ന് പറഞ്ഞ പോലെ കിടക്കുന്ന കാര്യങ്ങളല്ലേ. ഗോവിന്ദൻ പറഞ്ഞത് എന്താ? ഈ തുറമുഖം അദാനിക്ക് തീരെഴുന്നതിന് വേണ്ടി വി ഡി സതീശൻ
സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം വിമാനം വാടകയ്ക്കെടുത്ത് എങ്ങോട്ട് പോയി, കർണാടകയിലേക്ക് പോയി എന്ന് പറയണേ. അവിടെ മംഗലാപുരത്ത് എന്ന അദാനി ഗ്രൂപ്പിലുള്ള ആരണ്ടൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ MSC കമ്പനിക്ക് 49% ഈ തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം ചെയ്യുന്ന കാര്യം എഗ്രിമെൻ്റ് ആക്കിയിട്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയുടെ കുപ്പായം എടുത്തിട്ട് VD സതീശൻ ഇട്ടെന്നാണ് പറയണതേ MP ഗോവിന്ദൻ. മറ്റൊരു കാര്യം കൂടി കൂട്ടി പറഞ്ഞിട്ടപ്പോൾ അപ്പോൾ എന്തായാലും പോകല്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ചെയ്തേക്കാന്ന് പറഞ്ഞാൽ അവിടെ കർണാടകയിൽ അവിടെ ഓടിപ്പാഞ്ഞ് കിടന്ന് ബക്കാടി കമ്പനി അവിടെ നിന്ന് കണ്ടുപിടിച്ചത്രേ. വിമാനത്തിന് പോയിട്ട് ബക്കാടി കമ്പനിയുടെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആരോണ്ടൊക്കെ വഴിയൊക്കെ ചോദിച്ചു, ഓട്ടോറിക്ഷോ കാറോ ഏതൊക്കെ വിളിച്ച് ഈ ബക്കാടി കമ്പനി ചെന്ന് അവരായിട്ട് ഒരു ധാരണയുണ്ടാക്കി വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിളമ്പാം എന്നുള്ള ധാരണയാക്കിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴും സതീശൻ പഴയ നിയമസഭാ രേഖകളൊക്കെ എടുത്ത് പിണറായി വിജയൻ്റെ മന്ത്രി ഈ സഭകാലത്തുള്ള രേഖകളൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞു, ആദ്യം കേരളത്തിൽ നിന്ന് ഈ ബക്കാടി എന്ന കമ്പനിയുമായി പോയതും അവരായിട്ട് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിളമ്പുന്നതിന് വേണ്ടി കരാറുണ്ടാക്കിയതും സംസാരിച്ചതും ഒക്കെ കരാറുണ്ടാക്കാൻ വേണ്ടി സംസാരിച്ചത് അന്നത്തെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന MP ഗോവിന്ദനാണെന്ന് പറഞ്ഞത് കൂടത്തിന് തലയ്ക്ക് അടികൊണ്ട് പോലെ ആയിപ്പോയി. മിണ്ടാതിരുന്നെങ്കിൽ മതിയായിരുന്നു. ഈ തമിഴൻ ലോറിയുടെ അടിയിൽ മാക്കാന്താവളെ പെട്ട പോലെ ആയിപ്പോയി MP ഗോവിന്ദൻ. മിണ്ടാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം വിടാൻ പറ്റുന്നില്ല. ആ കാര്യം ശരിയാണല്ലോ. കാരണം അന്ന് ബക്കാടി കമ്പനിയായിട്ട് ഇങ്ങനെ ഒരു ആലോചന നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഈ ബക്കാടി കമ്പനിയിൽ സതീശൻ വിമാനം പിടിച്ചാണ് പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളം തൊടാണ്ട് വിഴുങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലല്ല കാര്യങ്ങൾ. വിരൽത്തുമ്പിൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന കാലമായേ. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പഴയ പോലെ കള്ളം പറഞ്ഞ ആളുകളെ പഠിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ദേശാഭിമാനിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ട് അതാണ് സത്യം എന്നുള്ളൊരു നറേഷൻ ഉണ്ടാക്കി ആളുകളെ വഴിതെറ്റിക്കാൻ പറ്റില്ല എന്നാണ് VD സതീശനും പറഞ്ഞത്. അപ്പോൾ ജനം പ്രബുദ്ധരായി. ഗോവിന്ദൻ വായിച്ചാലും വായിച്ചില്ലെങ്കിലും വായനയുള്ള നല്ല ഒരു ശതമാനം ആളുകളൂടെ ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് പാർട്ടി ചാനൽ മാത്രമല്ല ജനം കാണുന്നതേ, അല്ലാത്ത ചാനലും ഒക്കെ കാണുന്നുണ്ട്. അതിൽ വരുന്ന സത്യാവസ്ഥ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ദേശാഭിമാനി ഉണ്ടാക്കിയ ആ ദോഷത്തിൽ നിന്ന് നേരിടാൻ വേണ്ടി, അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ദേശാഭിമാനിനെ തള്ളി പറഞ്ഞു MP ഗോവിന്ദൻ. പാർട്ടി പത്രത്തിൽ തന്നെ തള്ളി പറഞ്ഞെങ്കിലും അതുകൊണ്ടൊന്നും രക്ഷയുണ്ടായില്ല. VD സതീശൻ കാര്യകാരണ സഹിതം കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു. MP ഗോവിന്ദൻ്റെ മുണ്ടഴിച്ച് മുളക് വരത്തി അങ്ങോട്ട് കൊടുത്തു. പുകഞ്ഞിട്ട് നിലത്ത് നിൽക്കാനും പറ്റില്ല. ശിവ ആക്ഷൻ ബിജു എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിലൊരാളെ ഇങ്ങനെ വഴിയിൽ നിന്ന് പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം ചെയ്യുന്ന ഒരാളെ പിടിച്ചിട്ട് ആ പോലീസ് ഓഫീസർ ചൊറിയനം എടുത്തിട്ട് അയാളുടെ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ 4 പൂശണ്ടേ. അപ്പോൾ പിന്നെ ആൾ നിലത്ത് നിറകലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഓർഡർ പോലെ കണ്ടു. ഇതുപോലെയാണ് മുണ്ടഴിച്ച് മുളക് അരച്ച് പരത്തി കഴിഞ്ഞപ്പോൾ MP ഗോവിന്ദനും ഓടിയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആവശ്യമില്ലാണ്ട് വെറുതെ ചുണ്ടങ്ങി കൊടുത്തു, വഴുതനങ്ങി മേടിച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് MP ഗോവിന്ദൻ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ജനങ്ങളായിട്ട് സംസാരിക്കാതിരിക്കാൻ, പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും വരാട്ടോ. അപ്പം അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം.